നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബാലരാമപുരം കോട്ടുകാൽ കോണത്ത് 2 വയസ്സുകാരിയെ കിണറ്റിലെറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം വഴിത്തിരിവിൽ. അമ്മാവൻ ഹരികുമാർ മാത്രമാണ് പ്രതിയെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. കസ്റ്റഡിയിലായിരുന്ന പ്രതി കുറ്റം സമ്മതിച്ചതായും അന്വേഷണ സംഘം വെളിപ്പെടുത്തി. പ്രതിയുടെ കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് ഹരികുമാറിനെ കോടതി വീണ്ടും റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 30-ന് പുലർച്ചെയാണ് അമ്മ ശ്രീധുവിനൊപ്പം ഉറങ്ങിക്കിടന്ന ദേവേന്ദുവിനെ അമ്മാവനായ ഹരികുമാർ എടുത്തുകൊണ്ടുപോയി കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത്. അമ്മ ശ്രീധു ശുചിമുറിയിലേക്ക് പോയ തക്കത്തിനാണ് പ്രതി കുഞ്ഞിനെ എടുത്ത് കിണറ്റിലെറിഞ്ഞത്. സഹോദരിയോട് തോന്നിയ വൈരാഗ്യമാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്ന് ഹരികുമാർ സമ്മതിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു. പ്രതി ഹരികുമാറും സഹോദരി ശ്രീധുവും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. 29-ന് രാത്രി ശ്രീധുവിനോട് തന്റെ മുറിയിലേക്ക് വരാൻ ഹരികുമാർ വാട്സാപ്പിൽ സന്ദേശം അയച്ചു. ശ്രീധു മുറിയിൽ എത്തിയെങ്കിലും ദേവേന്ദു കരഞ്ഞതിനാൽ ശ്രീധു തിരികെ പോയി. തുടർന്നാണ് അടുത്ത ദിവസം പുലർച്ചെ കുഞ്ഞിനെ കിണറ്റിലെടുത്തിട്ടതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. ഹരികുമാറിന്റെ കസ്റ്റഡി കാലാവധി ബുധനാഴ്ച അവസാനിച്ചതിനാൽ നെയ്യാറ്റിൻകര കോടതിയിൽ ഹാജരാക്കി. ഹരികുമാറിനെ കോടതി വീണ്ടും ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കി. സാമ്പത്തിക തട്ടിപ്പ് കേസിൽ റിമാൻഡിൽ കഴിയുന്ന കുഞ്ഞിന്റെ അമ്മ ശ്രീധു അന്വേഷണ സംഘത്തിന് നൽകിയ പീഡന പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെതിരെ ബാലരാമപുരം പോലീസ് കേസെടുത്തു. പരശുവയ്ക്കൽ സ്വദേശിയായ പോലീസുകാരനെതിരെയാണ് കേസെടുത്തത്. തന്നെ അയാൾ പീഡിപ്പിച്ചെന്നും പണം തട്ടിയെടുത്തെന്നുമാണ് പരാതി. ഇയാൾ നേരത്തെ SP ഓഫീസിലെ പോലീസുകാരനായിരുന്നു. പോലീസ് കസ്റ്റഡിയിലിരിക്കെയാണ് പരാതി പറഞ്ഞത്. ബാലരാമപുരം പോലീസാണ് കേസെടുത്തത്. പോലീസുകാരനെതിരെ കേസെടുത്തെങ്കിലും കൂടുതൽ അന്വേഷണം നടത്തിയാലേ തുടർ നടപടികൾ സ്വീകരിക്കാനാകൂവെന്ന് ബാലരാമപുരം പോലീസ് ഇൻസ്പെക്ടർ ധർമ്മജിത്ത് പറഞ്ഞു. ഇതിനിടെ ശ്രീധു ജോലി വാഗ്ദാനം ചെയ്ത് 5 ലക്ഷം രൂപ തട്ടിയെടുത്തെന്ന് പറഞ്ഞ് രതീഷ് എന്നയാൾ പോലീസിൽ പുതിയ പരാതി നൽകി. കളക്ടറേറ്റിൽ ജോലി സംഘടിപ്പിക്കാമെന്ന് പറഞ്ഞാണ് ശ്രീധു പണം വാങ്ങിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്രീധുവിനെതിരെ മറ്റൊരു കേസെടുത്തതായി പോലീസ് പറഞ്ഞു. ഈ കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യലിനായി ശ്രീധുവിനെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി കോടതിയിൽ അപേക്ഷ നൽകുമെന്ന് ഇൻസ്പെക്ടർ ധർമ്മജിത്ത് വ്യക്തമാക്കി. പോലീസുകാരൻ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആരോപണവുമായി ശ്രീധു രംഗത്ത് വന്നത് ഈ കേസിൽ വളരെ വലിയൊരു വഴിത്തിരിവായി മാറിയിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ പീഡിപ്പിച്ചതായിട്ടായിരുന്നു മൊഴി നൽകിയത്. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത കേസിൽ യുവതിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മൊഴിയുടെ അടിസ്ഥാനത്തിൽ ബാലരാമപുരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. പരാതി കിട്ടിയിട്ടുണ്ടെന്നും അന്വേഷണം സുതാര്യമായി മുന്നോട്ട് പോകുന്നെന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ച് നടപടികളിലേക്ക് കടക്കുമെന്നും നെയ്യാറ്റിൻകര DYSP വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇക്കാര്യം പുറത്തുവിടാതെ പോലീസ് രഹസ്യമാക്കുകയാണെന്നും ആരോപണം ശക്തമായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.